കണ്ണൻ, ഈ വിർച്വൽ ക്യൂ വഴി തന്നെ ഇന്ന് ബുക്ക് ചെയ്ത ആളുകളുടെ എണ്ണത്തിൽ കുറവാണോ, അതോ ഈ തിരക്ക് ഇങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടാണോ ആളുകൾ ഇന്ന് ദർശനം മാറ്റിവെക്കുകയോ അങ്ങനെയാണോ? അങ്ങനെയല്ല മധു. ആദ്യം എനിക്ക് ഈ അബിലാൽ കൂട്ടിച്ചേർത്ത കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇന്ന് രാവിലെ ഒരു 8:45 കൂടിയാണ് ADGP S. ശ്രീജിത്തിന്റെ ഫോൺ കോൾ എനിക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇവിടെ ദർശനം പൂർത്തിയാക്കാൻ സാധിക്കാതെ ചില ആൾക്കാർ മടങ്ങി എന്നുള്ള വാർത്ത മാതൃഭൂമിയിൽ വരുന്നുണ്ട്. അത് എന്താണ് കാര്യമെന്ന് ചോദിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വിളിച്ചത്. ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോവുകയും അദ്ദേഹത്തോട് കാര്യങ്ങൾ സംസാരിക്കുകയും അബിലാലിന്റെ കയ്യിൽ നിന്ന് പാരിപ്പള്ളി സ്വദേശിയായിട്ടുള്ള ഗിരിജ എന്ന് പറയുന്ന ആ അമ്മയുടെ നമ്പർ വാങ്ങിക്കുകയും ചെയ്തു. അപ്പോൾ സംസാരിക്കാൻ സാധിച്ചില്ല. പിന്നീട് അദ്ദേഹത്തെ പിന്നീട് കുറച്ചു നേരത്തിന് ശേഷം ആ അമ്മയുമായി ADGP ശ്രീജിത്ത് ഫോണിൽ സംസാരിച്ചു. ശേഷം ഒരാളും ഇവിടെ നിന്ന് മടങ്ങി പോകുന്നത്, ദർശനം ഇല്ലാതെ മടങ്ങി പോകുന്നത് ശരിയല്ല. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ദർശനം സാധ്യമാക്കും. അതുതന്നെയാണ് പോലീസിന്റെ ഉത്തരവാദിത്തം. പോലീസ് അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം അവരെ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആദ്യം നിലയ്ക്കൽ SO സ്പെഷ്യൽ ഓഫീസർ അശ്വതി IPS വിളിക്കുന്നു. അതിനുശേഷം പമ്പയിലെ SOയെ വിളിക്കുന്നു. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ പമ്പയിൽ നിന്ന് ആംബുലൻസ് സംവിധാനത്തിൽ ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് ശേഷം ആംബുലൻസ് സംവിധാനത്തേക്ക് എത്തിക്കേണ്ട ആ ഒരു ക്രമീകരണം കൂടി ഏർപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശം കൂടി അദ്ദേഹം നൽകുകയുണ്ടായി. അതായത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഒരാളും ഇവിടെ വന്ന് അയ്യപ്പനെ കാണാൻ വന്നിട്ട് ഒരാളും ദർശനം പൂർത്തിയാക്കാതെ മടങ്ങിയത്. അത് എല്ലാവർക്കുമുള്ള ഒരു ദേവസ്വത്തിനായാലും പോലീസിനായും അവർക്കെല്ലാമുള്ള ഒരു ഉത്തരവാദിത്തമാണ്. പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അത് തന്നെയാണ് എന്നാണ് അവർ പറയുന്നത്. അത് നടപ്പാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത് മധു ചോദിച്ച കാര്യം, വെർച്വൽ ക്യൂ സംവിധാനത്തിൽ പല ആൾക്കാരും നേരത്തെ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇന്ന് ബുക്ക് ചെയ്ത ആൾക്കാർ ഇന്നലെ വരുന്ന സംവിധാനം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ വെർച്വൽ ക്യൂവിൽ അല്ലെങ്കിൽ സ്പോട്ട് ബുക്കിങ്ങിൽ കൂടുതൽ ആൾക്കാരുടെ എണ്ണം ഉണ്ടാകുന്നത്. പക്ഷേ ഇന്നലെ ഉണ്ടായ തിക്കും തിരക്കും അത് ഒരു പോലീസിന്റെ നിഗമനം അനുസരിച്ച് അത് അല്ലാതെ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാതെ പല ആൾക്കാരും വന്നോ എന്നുള്ളൊരു സംശയമുണ്ട്. അത് എങ്ങനെയാണ് വന്നതെന്നുള്ളതാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ആ സമയത്ത് അവിടെ 12 മണി സമയത്ത് അവിടെ ഒരു തിരക്കുണ്ടാവേണ്ടതല്ല, 1 മണി സമയത്തതും ഒരു കാരണവശാലും താഴെ തിരുമുറ്റത്ത് തിരക്കുണ്ടാവേണ്ടതല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇന്നലെ ആ സമയത്ത് അവിടെ ഒരു തിരക്കുണ്ടായത്? അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു അന്വേഷണം കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. മണ്ഡലകാലം ആരംഭിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ളൊരു തിരക്കുണ്ടാകുന്നത് യാതൊരു പതിവുമില്ല. വർഷങ്ങളായി മണ്ഡലകാലത്തും മലയാളത്തിലും ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്ത് അനുഭവം കൊണ്ട് ഞാൻ പറയാം, ഒരു സമയത്തും ഇതിന് സമാനമായ രീതിയിലുള്ളൊരു തിരക്ക് ഉണ്ടായിട്ടില്ല. വൃശ്ചികം 1-ാം തീയതി തിരക്കുണ്ടാവാറുണ്ട്. 2-ാം തീയതി വൃശ്ചികം 1-ാം തീയതി ഉള്ളതിനേക്കാൾ പകുതിയോളം തിരക്ക് കുറയും. പിന്നീട് 3, 4, 5, 6 തീയതികളിലൊക്കെ തന്നെ വലിയ തിരക്ക് കുറയുന്ന, പല സമയങ്ങളിൽ സുഖകരമായി 3-4 തവണയും അയ്യപ്പനെ കയറിക്കണ്ട് ദർശനം നടത്താൻ സാധിക്കുന്ന ഒരു അവസ്ഥയുള്ള സന്നിധാനമാണ് നമ്മൾ ഒക്കെയാണ്. ആ ഒരു കണക്കുകൂട്ടലിനൊക്കെ അപ്പുറത്താണ് ഇന്നലെ വലിയ തിരക്ക് അവിടെ ഉണ്ടായത്. ഇന്നെന്തായാലും രാവിലെ ഒരു 4 മണിക്കൂറിനുള്ളിൽ 1/4 ലക്ഷത്തോളം ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ തിരക്ക് കുറയുന്നുണ്ട് എന്നുള്ളതാണ് നേരത്തെ അഭിലാലൊക്കെ റിപ്പോർട്ട് ചെയ്തത്. NDRFന്റെ ആദ്യ സംഘം കൂടി തിരക്ക് നിയന്ത്രിക്കാനും എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തരാവസ്ഥകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നേരിടാനും ഒക്കെയായി